ഇത് കണ്ടോ, ഇത് നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മുടെ പാണലിൻ്റെ ഇലയാട്ടോ, പാണലിൻ്റെ ഇല. ഇത് നമുക്ക് വീട്ടിൽ ഐശ്വര്യമൊക്കെ വരുന്നതിന് നമുക്കൊരു സാധനം ഉണ്ടാക്കാം. അതേ, ഈ പാണലിൻ്റെ ഇല നന്നായിട്ട് വെള്ളത്തിൽ അങ്ങ് കഴുകി അതിനകത്ത് എട്ടുകാലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ഉണക്കി നമുക്ക് എടുക്കണം. ആ ഉണക്കി പൊടിച്ച പൊടിയാട്ടോ ഇത്. നന്നായിട്ട് ഇപ്പം എനിക്കിപ്പോൾ 2-3 പ്രാവശ്യം വെയിൽ വന്ന ശേഷമാണ് ഞാൻ ആ ഇലയൊന്ന് പൊടിച്ച്, ആ വെയിലത്ത് വെച്ച് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കർപ്പൂരം, പിന്നെ അതിൻ്റെ കൂടെ 2 സാമ്പ്രാണി, അതിന് പൊടിയായിട്ട് അതിൽ നിന്ന് അടർത്തിയെടുത്താൽ മതി. സാമ്പ്രാണി അതും എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കച്ചാണൻ അല്ലെങ്കിൽ ഒത്തിരി വെള്ളമില്ലാത്ത ചാണൻ, കുഴഞ്ഞു പോയതിന് ഒത്തിരി എടുക്കരുത്, നോർമലായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ശകലം പനിനീര്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നതിനും നമ്മുടെ ചീത്തയായിട്ടുള്ള നെഗറ്റീവിനെയൊക്കെ മാടിച്ച് കളയാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്ത് നമുക്കെടുക്കാം കേട്ടോ. അപ്പം നമുക്കിതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഞാനൊരു പാത്രത്തിലോട്ട് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് വൈകുന്നേരം നമ്മൾ വിളക്ക് കത്തിക്കുമ്പം ഈ ഒരു ചെറിയ ഉരുള പോലെ ആക്കി എടുത്താൽ മതി. ഇത് നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ടേ. ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതേ കണ്ടോ, ഇത് നല്ല ഒരു ഉരുള പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിത് ഉണക്കിയെടുക്കണം. ഇത് കണ്ടത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ടേ. അത് ചെറിയ ചെറിയ ഉരുളകളാക്കി അതിൻ്റെ മുകളിൽ ഞാനൊരു തിരി വെച്ചത് അതിനിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം, എന്നാലേ ഇത് പുകയുള്ളൂ. ഞാനിത് 2-3 വെയിലേറ് കൊണ്ടപ്പം അതിന് നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളത് കത്തിച്ച് കണ്ടോ, നല്ല മണമാണേ. നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവും പോയിക്കോളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസം ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ.